എല്ലാ ആൻസൈറ്റിയും ഡിപ്രഷനും കൊണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സ്ലീപ്പ് ഡിസോർഡർ ബ്രീത്തിങ് കൊണ്ടുള്ളതാണെങ്കിൽ നമുക്ക് അവരുടെ അപ്പർ ജോ ശരിക്കും അല്ലെങ്കിൽ എക്സ്പാൻഡ് അല്ലെങ്കിൽ ലോവർ ജോ ശരിക്കും ഒന്ന് ഓപ്പണപ്പ് ആക്കി അവരുടെ എയർവേ ഓപ്പണപ്പ് ആക്കി കഴിഞ്ഞാൽ അവരുടെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്ത് അവരെ നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് വരാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ കാര്യമായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു കൗൺസിലിംഗ് കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു പെർമനന്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. പല കേസിലും പെർമനന്റ് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഫോക്കസ് ചെയ്ത് നമുക്ക് എത്ര ആൾക്കാർ, ഏകദേശം കുറെ ആൾക്കാർ ഉണ്ടോ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ? ഇൻഫാക്ട് ഇപ്പൊ തീരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ പുതിയ ഈ ഫീൽഡ് എമർജിങ് ഫീൽഡ് ആണ്. അതിലിപ്പോൾ കുറെ പേര് ഇപ്പോൾ വരുന്നുണ്ട്, യങ്സ്റ്റേഴ്സ് കുറെ പേര് വരുന്നുണ്ട്. പക്ഷെ എനിക്കൊരു ഐ സ്റ്റാർട്ട് ദിസ് ഇൻ 2019 ഓൺവേർഡ്സ്. സോ നമുക്കൊരു 6 years കൊണ്ടുള്ള കേസ് പ്രസന്റ് ചെയ്യാനും ഉണ്ട്. അത്രയും റിസൾട്ട് നമുക്ക് കാണിക്കാനുണ്ട്. ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കേസ് എന്തായിരുന്നു ഇതിൽ തന്നെ? ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ ഫേസ് ചെയ്ത ഏറ്റവും ചാലഞ്ചിങ് ഒരു കേസ്